പൊതുവെ ഇന്ത്യക്കാർക്ക് എത്താൻ പറ്റിയ യുകെയിലേക്ക് എത്താൻ പറ്റിയ കുറേ ടൈപ്പ് ഓഫ് വിസകളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളിത് നേരത്തെ 1-2 വീഡിയോകളിലൂടെ നമ്മൾ സംസാരിച്ചതാണ്. ഏതൊക്കെ തരത്തിലൂടെ ഏതൊക്കെ വിസകളിലൂടെ നമുക്ക് യുകെയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി. ഇത് വീഡിയോ ഇടാനുള്ള ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റുകളിലൂടെ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഓഫ് വിസ എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കർ വിസ എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ യുകെയിലുള്ള ചില കൈൻഡ് ഓഫ് ഒക്കുപ്പേഷൻസ് ഇവിടെ നിന്ന് ആളുകളെ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഓവർസീസിൽ നിന്നും, അതേപോലെ ഇന്ത്യ പോലെ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രികളിൽ നിന്നും പ്രൊഫഷണലായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിങ്ങാണ് സ്കിൽഡ് വർക്കർ കാറ്റഗറി എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ യുകെയിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ യുകെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രികളിലെല്ലാം എത്തിപ്പെടുന്നത്, ഏറ്റവും പ്രധാനമായി എത്തിപ്പെടുന്നത് നേഴ്സുമാർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചില കൈൻഡ് ഓഫ് എൻജിനീയേഴ്സ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾ, അങ്ങനെ കുറേ പ്രൊഫഷനുകൾ ഷോർട്ടേജ് ഒക്കുപ്പേഷനിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഷോർട്ടേജ് ഒക്കുപ്പേഷനിൽ ആഡ് ചെയ്തിട്ടുള്ള കാറ്റഗറിയിലുള്ള ജോബിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ് സ്കിൽഡ് വർക്കർ കാറ്റഗറി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായും ഏറ്റവും എളുപ്പമായും എത്താൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് വിസയാണ് സ്കിൽഡ് വർക്കർ വിസ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഷോർട്ടേജ് ഒക്കുപ്പേഷനിലുള്ള കാറ്റഗറി എന്തൊക്കെയാണെന്നുള്ളത് യുകെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഷോർട്ടേജ് ഒക്കുപ്പേഷൻ ലിസ്റ്റ് കാറ്റഗറി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റുകൾ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഇതിന് സെർട്ടൺ കൈൻഡ് ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഉറപ്പായിട്ടും നമ്മൾ IELTS അവർ പറയുന്ന, ഇപ്പോൾ ഏത് എംപ്ലോയറാണോ അവർ പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. അതായത് IELTSൻ്റെ സ്കോർ മീറ്റ് ചെയ്തിരിക്കണം. നേഴ്സുമാർക്കൊക്കെ IELTSന് 7 ഈച്ചാണ്. പ്ലസ് നമുക്ക് ക്ലബിങ്ങും അലൗഡാണ്. അതുപോലെ തന്നെ OET, IELTS ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലേക്ക് നഴ്സുമാർക്ക് എത്താനായിട്ട് സാധിക്കും. ഏറ്റവും എളുപ്പവും അതുപോലെ സുതാര്യവുമായ ഒരു ടൈപ്പ് ഓഫ് വിസയാണ് സ്കിൽഡ് വർക്കർ വിസ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ ഇതിന് IELTS ചില യൂണിവേഴ്സിറ്റികളിൽ മാൻഡേറ്ററി ആണ്. ഇപ്പം യുകെയിലുള്ള ചില യൂണിവേഴ്സിറ്റികൾ പറയും നിങ്ങൾക്ക് +2 പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ എലിജിബിൾ ആണോ, നിങ്ങൾ IELTS എഴുതണോ വേണ്ട എന്നുള്ളത് നമുക്ക് നമ്മളെ അറിയിക്കും. ചില യൂണിവേഴ്സിറ്റികൾ ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻ വേണ്ട എന്ന് പറയും. ചില യൂണിവേഴ്സിറ്റികൾ, മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികളിലും ഇംഗ്ലീഷിന് IELTS മാൻഡേറ്ററി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് ഇതിൻ്റെ ആവശ്യവും IELTSൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് വിസയാണ് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്. ഇതിന് പ്രായപരിധി ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങളേതാണോ +2 പഠിച്ചത്, നിങ്ങളേതാണോ +2 പഠിച്ചത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് യുകെയിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ യുകെയിലുള്ള ഷോർട്ടേജ് ഒക്കുപ്പേഷൻ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ നേഴ്സിംഗ് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജോലി ലഭിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ സംസാരിച്ചതാണ് ഈ ഒരു സംഭവത്തെ പറ്റി. അതായത് നമ്മളൊരു കാര്യം പഠിക്കും, അതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മറ്റൊരു സംഭവം ഇവിടെ പഠിക്കാൻ വരും. പക്ഷേ നമുക്ക് ജോലി കിട്ടാനായിട്ട് യുകെ തന്നെ നമ്മൾ സെറ്റിനാണ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 95% ആൾക്കാരും ഇവിടെ എത്തുന്നത്. എന്നാൽ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഷോർട്ടേജ് ഒക്കുപ്പേഷനുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തിട്ട്, അതായത് മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതായത് ഇപ്പം BCom കഴിഞ്ഞ ഒരു വ്യക്തി ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചൊരു വ്യക്തി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സുകൾ പഠിക്കും. പക്ഷേ നമുക്കൊരു ജോലി കിട്ടാനായിട്ട് വളരെ 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 പാടായിരിക്കും അങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ഷോർട്ടേജ് ഒക്കുപ്പേഷൻ, ഇപ്പോൾ നേഴ്സിങ് അല്ലെങ്കിൽ ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾ, അല്ലെങ്കിൽ MBBS പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ചൂസ് ചെയ്ത് കഴിഞ്ഞാലായിട്ട്
നമുക്ക് ജോലി കിട്ടാനായിട്ട് യാതൊരു വിഷമവും ഉണ്ടാകത്തില്ല. പിന്നെയുള്ള കാറ്റഗറി ഓഫ് വിസയാണ് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത്. യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഇയേഴ്സിലും 30 ഇയേഴ്സിനും ഇടയിലുള്ള ഗ്രാജുവേറ്റായിട്ടുള്ള ഇന്ത്യൻ പ്രൊഫഷണൽസിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് UK ഗവൺമെൻറ് യൂത്തായിട്ടുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന കൺട്രികളിൽ നിന്നും ഒക്കെ ആൾക്കാരെ യൂത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വിസയാണ് യൂത്ത് മൊബിലിറ്റി വിസ. എല്ലാ വർഷവും ഒരു 3000 വിസകളൊക്കെ UK ഗവൺമെൻറ് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബാലറ്റ് സിസ്റ്റം എപ്പോഴും ഓപ്പൺ ആകുന്നോ ആ സമയത്ത് ഇന്ന സമയം പോലെ ഇന്ന സമയം വരെ അവരൊരു സമയം ഓപ്പൺ ചെയ്യും. ആ സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ വരും, അല്ലെങ്കിൽ മെയിൽ വരും. ഈ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ അപ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു മെയിൽ വരും. ആ മെയിലിൽ നമുക്ക് നമ്മുടെ എൻട്രി സക്സസ്ഫുൾ ആയോ എന്ന് ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂത്ത് മൊബിലിറ്റി വിസയെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നതാണ്. പിന്നെയുള്ള വിസയാണ് ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത്. അതായത് ഈ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലുള്ള ആൾക്ക്, എംപ്ലോയിക്ക്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ള, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് PhD ചെയ്യാനൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ കാറ്റഗറി, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സ്കിൽഡ് വർക്കർ ആണെങ്കിലും ഇപ്പോൾ അതുപോലെ തന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള തീരുമാനം അനുസരിച്ചിട്ട് സീനിയർ കെയർ വർക്ക് പോലെയുള്ള വർക്ക് വിസയിൽ വരുന്നവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. നഴ്സുമാർക്ക്, അതുപോലെ ബാൻഡ് 5 നഴ്സുമാർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിന് പ്രത്യേകിച്ച് IELTSൻ്റെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെയോ ഒന്നും ആവശ്യവും ഇല്ല. ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കർ കാറ്റഗറിയെയും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്കിൽഡ് വർക്കറിലാണെങ്കിൽ നമുക്ക് 38,700 ഉള്ള ഒരു സ്കിൽഡ് വർക്കർക്ക്, അതായത് സാലറി 38,700 ആണ് ഇപ്പോൾ സാലറി ത്രെഷോൾഡ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഒരു സ്കിൽഡ് വർക്കർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും. നേഴ്സുമാർക്ക് പ്രത്യേകിച്ചിട്ട് സാലറി ത്രെഷോൾഡൊന്നും വെച്ചിട്ടില്ല. അവർക്ക് ഏത് ബാൻഡിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് സാലറി ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിന് IELTSൻ്റെയോ അല്ലെങ്കിൽ വേറെ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഉള്ളതാണ് ഇൻവെസ്റ്റർ വിസ. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വിസകളിലേക്ക് നമുക്ക് UK എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു കാറ്റഗറി വിസയാണ് നമുക്ക് സീസണൽ വിസ എന്ന് പറയുന്നത്, സീസണൽ വർക്ക് വിസ എന്ന് പറയുന്നത്. അത് പക്ഷേ അതിൻ്റെ ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് നമുക്ക് 6 മാസത്തെ കാലാവധി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സീസണൽ വർക്ക് വിസ കൂടുതലും ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ, അതായത് UKയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ, അതായത് UKയുടെ സമീപ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ സീസണൽ വർക്ക്. നമ്മുടെ ഇന്ത്യൻസിനെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചല്ല ഈ സീസണൽ വർക്ക് വിസ ഇവർ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ പേര് നമുക്ക് ഒത്തിരി കമൻസുകൾ വരാറുണ്ട്, സീസണൽ വർക്ക് വിസ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ? പക്ഷേ സീസണൽ വിസ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ളതല്ല. വരുന്നവരുണ്ട് കേട്ടോ, വരുന്നവർ ഇല്ലെന്നല്ല, വരുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. 6 മാസം കൊണ്ടൊക്കെ നമ്മൾ ഇവിടെ ടിക്കറ്റ്, അതുപോലെ തന്നെ ടിക്കറ്റിനുള്ള പൈസ, അല്ലെങ്കിൽ വിസയ്ക്കുള്ള ചാർജുകൾ, NHS സർചാർജ്, ഇതൊക്കെ കൊടുത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമുക്കൊരിക്കലും ഈ പൈസ നമുക്ക് വീട്ടാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് കടം പോലും വീട്ടാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സീസണൽ വർക്ക് വിസ എന്ന് പറഞ്ഞാൽ ഒരു വർത്തായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക്. ഇത് കൂടുതലും യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്ക് വേണ്ടി, ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ സീസണൽ വർക്ക് വിസ എന്ന്. പക്ഷേ നമ്മുടെ ആൾക്കാരും വരുന്നുണ്ട്. വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് UK എത്താനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇമിഗ്രേഷൻ എക്സ്പേർട്ട് ഒന്നുമല്ല. നിങ്ങൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതിന് വരെ നമസ്കാരം.